എസ് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. മരിച്ച നിലയിൽ കണ്ടെത്തിയ ADM കെ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇല്ല, അതാണ് അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഒക്ടോബർ 15-ന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ റിപ്പോർട്ട് കൃത്യമായി വായിച്ചില്ല എന്ന് നവീൻ ബാബുവിന്റെ ബന്ധു അനിൽ പി നായർ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ആ ബന്ധുവിന്റെ പ്രതികരണം കേൾക്കാം. അതിനുശേഷം ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും. പോസ്റ്റ്മോർട്ടം സത്യസന്ധമല്ല. പോസ്റ്റ്മോർട്ടത്തിൽ ആ രക്തക്കറയൊക്കെ പറ്റി പരാമർശിക്കേണ്ടതായിരുന്നു. അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് രക്തസ്രാവം ഉണ്ടായത്? ഒരു മുറിവില്ലാതെ രക്തം ഉണ്ടാവില്ലല്ലോ. അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണെന്ന് തീർച്ചയായിട്ടും പരിചയസമ്പന്നനായ ഒരു ഡോക്ടർ രേഖപ്പെടുത്തേണ്ടതാണ്. അല്ല, ഇതിനകത്ത് അട്ടിമുറിയും കൂടാലും ആദ്യം തൊട്ട് തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും പ്രതിവർഗത്തിൽ ഒരാൾ മാത്രമായി നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അല്ലേ വിജയൻ? ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ഹൈക്കോടതി ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോൾ ചോദിച്ചതാണ്. അന്ന് സർക്കാർ പറഞ്ഞത്, പ്രോസിക്യൂഷൻ പറഞ്ഞത് അത്തരം പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി പറഞ്ഞതാണ്. പക്ഷേ അതിനു മുമ്പുള്ള ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ കുടുംബം ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന ഗൂഢാലോചന ആരോപണം, ഇത് കേവലം ഒരു ആത്മഹത്യയാക്കി മാറ്റാനുള്ള നീക്കം നടക്കുന്നുവെന്ന ആരോപണമൊക്കെ ബലപ്പെടുത്തുന്നതാണ് ഈ രക്തക്കറ സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം വിജയകുമാർ. SKN നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നിരീക്ഷിക്കാൻ. അതായത് കുടുംബം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കൊലപാതകം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു തൂങ്ങി മരണമെന്ന തരത്തിലേക്ക് തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരു CBI അന്വേഷണം വേണം, അത് പുറത്തുനിന്നുള്ള അന്വേഷണ ഏജൻസി വേണം, ഇവിടെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു ആവശ്യമാണ് അവർ കോടതിയിലടക്കം ഉന്നയിച്ചത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരികമായോ അല്ലെങ്കിൽ ബാഹ്യമായോ യാതൊരു തരത്തിലുള്ള പരിക്കുകളുമില്ല, യാതൊരു രക്തക്കറകളോ അങ്ങനെ ഒന്നും കണ്ടെത്തിയതായി കൃത്യമായ രീതിയിൽ ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒന്നും തന്നെ പറയുന്നില്ല എന്ന് കുടുംബം പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ മാത്രം ഇത്തരത്തിലൊരു രക്തക്കറ, അടിവസ്ത്രത്തിൽ രക്തക്കറ, അത് കൃത്യമായി തന്നെ അടിവസ്ത്രത്തിന് നിറമടക്കം പറഞ്ഞതുകൊണ്ടാണ് നീല കലർന്ന അടിവസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്, അതിലാണ് രക്തക്കറ പുരണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് വളരെ വ്യക്തം തന്നെയാണ് എന്നാണ് കുടുംബം പറയുന്നത്. ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിച്ചു നോക്കാതെയാണോ ഈ ഡോക്ടർ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് കുടുംബം തുടക്കത്തിൽ മുതലേ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ ഫലപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകളാണ് പുറത്തു വന്നതെന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും അടുത്ത ദിവസം 12-ന് കോടതി ഈ കേസിലൊരു തീർപ്പ്, CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മഞ്ജുഷയുടെ ഹർജിയിൽ ഒരു തീർപ്പ് കൽപ്പിക്കാനിരിക്കെയാണ് ഇപ്പോൾ സുപ്രധാനമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കോടതിയിൽ നിന്നൊരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായ അഡ്വക്കേറ്റ് അനിൽ പി നായർ അല്പസമയം മുൻപ് 24-നോട് പറഞ്ഞത്. SKN വിജയകുമാർ അത് വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെ. അപ്പോൾ ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇത് കോടതി ഒരു ചോദ്യമായി ഉന്നയിക്കും. ആ ഘട്ടത്തിൽ എന്തായാലും സർക്കാരിന്, പ്രോസിക്യൂഷന്, പോലീസിന് അതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ.